1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 86 800120. എനിക്കില്ലാത്തതൊന്നും ആർക്കും വേണ്ടെന്ന് അസൂയ. എന്ത് പറയണ നീ? എന്നെ നീ അന്തസ്സ് പഠിപ്പിക്കുന്നു? ആരുടെ ഒന്നും ആഗ്രഹിക്കുന്നവനല്ലടാ ബാലൻ. ആരുടെ ഒന്നും നശിക്കാനും ആഗ്രഹിക്കത്തില്ല. വീട് ബാലേട്ട. ആ മുടിഞ്ഞ പെണ്ണ് കാരണം ഈ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. നോക്കിക്കോ, ഈ കുടുംബത്തിൽ രണ്ടടുപ്പുണ്ടാക്കും അവള്. അപ്പച്ചി, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഇവനോട് അസൂയയാണെന്ന് പറഞ്ഞു. അത് ബാലേട്ടന്റെ കയ്യിലിരിപ്പോണ്ടാ. നിർത്തിനടാ, എന്നെ കൊന്നിട്ട് വഴക്കിടടാ രണ്ടും. ആ ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ പ്രശ്നം. കെട്ടിച്ചു വിട്ടേക്കവിടെ അവളെ ഏത് നരകത്തിലേക്കെങ്കിലും. ഞാനത് തീരുമാനിച്ചു. അതോടെ തീരുവല്ല ഇവിടുത്തെ പ്രശ്നം. അതുവഴി എന്റെ പൊന്നു മക്കളൊന്ന് ക്ഷമിക്കേ. ശാരദ പറഞ്ഞത് തന്നെയാ ശരി. എന്റെ അച്യുതൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യത്തുള്ളൂ. കുട്ടിമണിക്ക് ഇന്ന് തല്ലിട്ടിങ്ങനെ നോക്കിക്കോ. ഞാൻ അച്ഛ വരുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും. ഞാൻ രവിയേട്ടനെ പറ്റി ഇങ്ങനെയൊന്നല്ല കരുതിയത്. എന്താ? എന്തു പറ്റി? രവിയേട്ടൻ എന്തിനാ കുട്ടിമണിയെ തല്ലിയത്? തല്ലാതെ പിന്നെ നിന്റെ ടാബ് അവളെ ടാബ് കുന്താം. 10,000-30,000 അല്ല രവിയേട്ട ബന്ധങ്ങളുടെ വില. ടാബ് ഒരെണ്ണം പോയാൽ 10 എണ്ണം വേറെ മേടിക്കാൻ കിട്ടും. പക്ഷെ വിട്ടുപോയാൽ തിരിച്ചു കിട്ടുന്നതല്ല ബന്ധങ്ങൾ. കുട്ടിമണിക്ക് എന്തറിയാം, പാവം. അവളെ രവിയേട്ടൻ തല്ലിയത് വലിയ തെറ്റാ. ഈ പ്രശ്നത്തിന്റെ പേരിൽ വലിയേട്ടനോടും അമ്മയോടും രവിയേട്ടൻ അതിരുകടന്ന് സംസാരിച്ചു. അത് അതിനേക്കാളും വലിയ തെറ്റാ. സാരമില്ല, ഞാൻ അവരോട് സോറി പറഞ്ഞോളാം. തല്ലു കൊടുത്തോണ്ടൊന്നും കുട്ടിമണി നന്നാവുന്ന തോന്നുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മതിയുടെ വീട്ടിൽ പോയി നിൽക്കാം. ആരെന്ത് ചിന്തിക്കുന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ വീട്ടിൽ ചെന്ന് നിൽക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കല്യാണം കഴിഞ്ഞാ പിന്നെ ഏതൊരു പെണ്ണിനും ഭർത്താവിന്റെ വീടാ സ്വന്തം വീട്. എനിക്കും അതങ്ങനെ തന്നെയാ. പിന്നെ എന്റെ ഭർത്താവ് എന്റെ വീട്ടിലൊരു ദത്തുപുത്രനാവുന്നതോ ഭർത്താവ് ഉദ്യോഗസ്ഥനാവുന്നതോ എനിക്കിഷ്ടമല്ല.